അവരുടെ പിന്നിലും ഞാനൊരു തടസ്സമിട്ട് കൊടുത്തു. അങ്ങനെ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവരെ ഞാൻ മൂടിക്കളഞ്ഞു, അവർക്കൊന്നും തിരിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി മക്കക്കാരായ മുശ്രിക്കീങ്ങൾ വീട് വളഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നബി തങ്ങളെ വധിക്കാൻ വേണ്ടി മക്കക്കാരായ മുശ്രിക്കീങ്ങൾ വീട് വളഞ്ഞു. ചെറിയൊരു വീടാണ് നബി തങ്ങളുടേത്, ഇതുപോലെയുള്ള ചെറിയൊരു വീട്. ആ വീടിൽ അലി തങ്ങളും നബി തങ്ങളും രാത്രി കിടന്നുറങ്ങുകയാണ്. മക്കക്കാരായ മുസ്ലിമീങ്ങൾ എല്ലാവരും മദീനയിലെത്തി. അലി തങ്ങള്, സിദ്ദീഖ് തങ്ങൾ, നബി തങ്ങൾ, വിരലിലെണ്ണാവുന്ന 4-5 മുസ്ലിമീങ്ങളാണ് മക്കയിലുള്ളത്. ആട്ടി ഓടിക്കുകയാണ് എല്ലാവരെയും. എല്ലാവരും മദീനയിലെത്തി. 4-5 ആളുകളാണ് മുസ്ലിമീങ്ങളായി മക്കയിലുള്ളത്. നബി തങ്ങളെ വധിക്കാൻ ലഭിച്ച സുവർണ അവസരമാണ്. ആരും ചെറുക്കാനോ തടയാനോ ആരും ഉണ്ടാവൂല. നബി തങ്ങളെ അന്വേഷിച്ചു. അവസാനം അവർക്ക് മനസ്സിലായി നബി തങ്ങളുടെ വീടിൽ ഉറങ്ങുന്നുണ്ട് എന്ന്. ഉരുപിടിച്ച വാളുമായി ഒരു കൂട്ടം ശത്രുക്കൾ നബി തങ്ങളുടെ വീട് വളഞ്ഞു. ഇതൊരു വീടാണെങ്കിൽ ഈ സ്റ്റേജിന്റെ ചുറ്റുഭാഗങ്ങളിൽ 2-3 ആളുകൾ ഫ്രണ്ടില്, ബാക്കില്, സൈഡില് എല്ലാമായി ഉരുപിടിച്ച വാളുമായി നബി തങ്ങളെ വധിക്കാൻ വേണ്ടി കാത്തിരുന്നു. വധിക്കുന്ന ആളുകൾക്ക് 100 ഒട്ടകമാണ്. ഒരു ഒട്ടകം എന്ന് പറയുമ്പോ ഏകദേശം ഇന്നത്തെ ഒരു 4 ലക്ഷം രൂപയ്ക്ക് വില ഉണ്ടാകും. 4-5 ലക്ഷം രൂപ വിലയുള്ള ഒരു ഒട്ടകത്തിന്. അപ്പോൾ 100 ഒട്ടകമാകുമ്പോ 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 കോടി രൂപയാണ് നബി തങ്ങളെ വധിക്കുന്ന ആളുകൾക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവരും നബി തങ്ങളെ വധിക്കാൻ വാശിയോടെ കാത്തിരിക്കുകയാണ്. പ്രഭാതമായാൽ നബി തങ്ങളുടെ വീട് തുറക്കും, എന്നിട്ട് നബി തങ്ങൾ പുറത്തു വരും, നബി തങ്ങളുടെ തലപൊട്ടും. അങ്ങനൊരവസ്ഥ. നബി തങ്ങൾ എന്ത് ചെയ്തു? പരിശുദ്ധമായ സൂറത്തു യാസീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് തുടങ്ങി ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون എന്ന് പറഞ്ഞ് വീടിൽ നിന്ന് ഒരു പിടി മണലുവാരി അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു. മണലുവാരി മുഖത്തേക്ക് എറിഞ്ഞത് കൊണ്ടൊന്നും എന്തുണ്ടാവൂല, കണ്ണ് കാണാത്ത അവസ്ഥ ഒന്നും ഉണ്ടാവൂല. എന്നാൽ അവരിങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും നബി തങ്ങൾ അവരുടെ മുന്നിലൂടെ ഇടയിലൂടെ പോയി രക്ഷപ്പെട്ടു. ഇവർക്കത് അറിഞ്ഞിട്ടില്ല. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് നബി തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്. രാവിലെയായപ്പോ ഡോറ് മുട്ടി. അലി തങ്ങൾ വാതിൽ തുറന്നു. എന്താണ്? മുഹമ്മദ് എവിടെ? മുഹമ്മദ് ഇവിടെ ഇല്ലല്ലോ. അല്ലാഹു, മുഹമ്മദ് ഇവിടെ ഇല്ലേ? ഞങ്ങൾ മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ്. നബി തങ്ങളില്ല. ഈ ഒരു അത്ഭുതം എങ്ങനെ ഇവിടെ സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. ഇംപോസിബിൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്, അല്ലെ? അസാധ്യമാണ്. ആളുകൾ, പോലീസുകാരൊക്കെ ഇവിടെ വളഞ്ഞു. നമ്മുടെ വേദിയിലുള്ള ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരൊക്കെ വളഞ്ഞു എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ആ പ്രതി രക്ഷപ്പെടുക? ഇവിടെ 2 പോലീസ്, ഇവിടെ 2 പോലീസ്, അവിടെ 2, ബാക്കിൽ 2. എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുക? ഇംപോസിബിൾ, അസാധ്യമാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ നിന്നാണ് നബി തങ്ങൾ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ നിങ്ങൾക്ക് രക്ഷയാണ്. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا. നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെയും നിങ്ങളുടെ ശത്രുക്കളുടെയും ഇടയിൽ ഞാനൊരു മറയിട്ട് തരാം. ഹിഡൻ സ്ക്രീൻ, ഹിജാബൻ മസ്തൂറ, ഒരു ഹിഡൻ സ്ക്രീൻ. അറിയൂല, ഒരു മറ. ശത്രുക്കൾ ആക്രമിക്കാമെന്നാൽ ഖുർആൻ ഓതുന്ന ആളാണോ? വല്ലാഹു, ഒരു മറയിട്ട് തരും. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ കൂർത്ത കല്ലുമായി കടന്നു വന്നിട്ടുണ്ടല്ലോ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, കാര്യം അപകടത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞു, അവൾ എന്നെ കാണൂല. ഐന സാഹിബ്, എവിടെ നിന്റെ ചങ്ങാതി? എന്തിനാ? നിന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. എന്താക്ഷേപിച്ചു? എന്നെയും എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെയും തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, നശിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. എന്റെ ചങ്ങാതി ആക്ഷേപിച്ചിട്ടില്ല. ആക്ഷേപിച്ചത് റബ്ബാണ്, അല്ലാഹുവാണ്. അവനോട് പറഞ്ഞേക്കണേ, ഞാൻ മക്കയിലെ ഏറ്റവും ഉന്നത തറവാട്ടുകാരിയാണ്, എന്നോട് കളി വേണ്ടെന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് പെണ്ണുപോയി. നബി തങ്ങളോട് ഇരിക്കാണ്, കണ്ടിട്ടില്ല.
ഇഷ്ടം പോലെ സംഭവങ്ങൾ. അപ്പൊ നിങ്ങൾ ഖുർആൻ ഓതിയാൽ ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നിങ്ങളുടെയും നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ആളുകൾ കണ്ണേർ വെക്കുകയാണ്, ആളുകൾ സിഹർ വെക്കുകയാണ്, ആളുകൾ നിങ്ങൾക്ക് മാരണം ചെയ്യുകയാണ്, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആളുകൾ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. പക്ഷേ ഖുർആൻ ഓതുന്ന ആളുകളാണെങ്കിൽ അവരെ അല്ലാഹു സംരക്ഷിക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കിയത് നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമാണ്. നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളാണ് സമുദായത്തിലെ ലോകത്തിലെ ഏറ്റവും നല്ല സമുദായക്കാർ, ഏറ്റവും നല്ല മതക്കാർ നിങ്ങളാണ്. എപ്പോഴാണത്? നമ്മൾക്ക് അല്ലാഹു നല്ലൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. എന്ത്? പിന്നെ നല്ല സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ്. എപ്പോഴാണ് നിങ്ങൾ പരസ്പരം മുസ്ലിമീങ്ങൾ ഒരാളെ കാണുമ്പോൾ അയാളൊരു തെറ്റ് കാണുമ്പോൾ നിങ്ങൾ പറയണേ അത് ചെയ്യല്ല, അയാളൊരു തെറ്റ് കാണുമ്പോൾ ചെയ്യല്ല എന്ന് പറയണം. നന്മ കൊണ്ട് അയാളെ പ്രോത്സാഹിപ്പിക്കണം. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും പ്രാവർത്തികമാക്കിയാൽ നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഓവർകം ചെയ്യാൻ ഒരാൾക്കും പറ്റൂല. പക്ഷെ നമ്മളതൊക്കെ നിർത്തി ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ മക്കളും എന്ന് പറഞ്ഞ പോലെ അല്ലെ, ഞാനും എൻ്റെ മക്കളും. അതെ ഇപ്പൊ എല്ലാവർക്കും ഞാൻ എൻ്റെ ഭാര്യ, മറ്റുള്ള കാര്യം ഞാൻ നോക്കുന്നു. ശരിയാണ്, എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഞാൻ നന്നാക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബക്കാർ, എൻ്റെ അയൽവാസികൾ. ഉപദേശിക്കണം എന്നത് ദീനിന്റെ ഭാഗമാണ്. നന്മ കൽപ്പിക്കണം. ബനൂ ഇസ്രായേലിൽപ്പെട്ട ആലിമീങ്ങളെ പരിശുദ്ധമായ എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. ഏതിലെ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലുഇനു അലാ അഹദി മൂസാ ഫി തൗറാത്ത്. തൗറാത്തിൽ മൂസാ നബിയുടെ കാലത്ത് തൗറാത്തിൽ ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങളെ ആക്ഷേപിച്ചു. വലുഇനു അലാ അഹദി ദാവൂദ ഫി സബൂർ. ദാവൂദ് നബിയുടെ കാലത്ത് സബൂറിലും ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങളെ ആക്ഷേപിക്കുകയുണ്ടായി. വലുഇനു അലാ അഹദി ഈസാ ഫിൽ ഇൻജീൽ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇൻജീലിലും ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങൾ അല്ലാഹു ആക്ഷേപിക്കുകയുണ്ടായി. വലുഇനു അലാ മുഹമ്മദ് നബിയുടെ കാലത്ത് ഖുർആനിലും അവർ ആക്ഷേപിച്ചു. കാരണം എന്തെന്നറിയോ? നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്തിട്ടില്ല. അവര് സമുദായത്തിൽ തിന്മകൾ ചെയ്യുന്നത് കാണുമ്പോ അവര് അത് ചെയ്തോട്ടെ, അതിലിപ്പോ നമ്മളെന്തിനാ അതിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞവര് മാറി നിന്നു. അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും അവർ ആക്ഷേപിച്ചു. നമ്മളും അതുപോലെ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ പോകുന്നതിന് മുമ്പ് ഉപ്പാക്ക് മക്കൾ ഉപദേശിച്ചൂടെ, ഭർത്താവിന് ഭാര്യ ഉപദേശിച്ചൂടെ, ജ്യേഷ്ഠൻ അനുജന് ഉപദേശിച്ചുകൂടെ, കുടുംബക്കാർക്ക് ഉപദേശിച്ചുകൂടെ? ഉപദേശിച്ചില്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടും. അല്ലാഹു കാക്കട്ടെ. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. എന്തേ ഇവർ ആക്ഷേപിക്കാനുള്ള കാരണം? ലാ യതനാഹൗന അൻ മുൻകർ. തെറ്റ് കാണുമ്പോൾ തടയുമായിരുന്നില്ല. അപ്പൊ മക്കളിൽ തെറ്റ് കണ്ടാൽ, ക്രോപ്പ് ചെയ്യുന്ന മക്കളെ കണ്ടാൽ അത് തടയൽ ഉപ്പയുടെ ബാധ്യതയാണ്. രാത്രി വീട്ടിലേക്ക് വരാത്ത മക്കളെ കാണുമ്പോൾ അത് ചെറുക്കേണ്ടത് ഉപ്പയുടെ ബാധ്യതയാണ്. ഹറാം ചെയ്ത് നിസ്കരിക്കാതെ നടക്കുന്ന മക്കളെ കാണുമ്പോൾ അത് ചെറുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. സിനിമ കണ്ട് നടക്കുന്ന മക്കൾ, സീരിയൽ കണ്ട് നടക്കുന്ന മക്കൾ, ഇങ്ങനെ തോന്നിവാസങ്ങളുടെയും ആഭാസങ്ങളുടെയും അഡിക്ഷനുള്ള ആരാധനയുള്ള മക്കളെ കാണുമ്പോൾ അവരെ ഉപദേശിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഇല്ലെങ്കിൽ അള്ളാഹു ആക്ഷേപിച്ചു കളയും, അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരൊറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. മാതാപിതാക്കൾക്കും മക്കൾക്കും നല്ലൊരു ഉദാഹരണം. ഉമ്മയും ഭാര്യയും ഭർത്താവും 4 മക്കളും ഒരു കപ്പലിലൂടെ യാത്ര ചെയ്യാൻ ഒരു പിക്നിക്കിന് വേണ്ടി പോയതാണ്. ആലപ്പുഴയിലുണ്ട് ബോർഡ് ജെട്ടി അല്ലെ. ആലപ്പുഴയിൽ പോയി നല്ല ഡബിൾ ട്രക്കർ ബസ് പോലെ 2 തട്ടുള്ള ബോട്ടാണ്. മുകളിൽ ഉമ്മയും ഉപ്പയും, താഴെ 4-5 മക്കൾ. 2 ദിവസത്തെ ബോട്ട് ബുക്ക് ചെയ്തു പോയി. ഇവർക്ക് വെള്ളം കുടിക്കേണ്ട സമയത്ത് താഴെയുള്ള മക്കൾ എന്ത് ചെയ്യും? മുകളിലുള്ള ഉമ്മയുടെയും ഉപ്പയുടെ അടുത്ത് വന്നിട്ട് ഉമ്മ വെള്ളം വേണം കുടിക്കാൻ, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് മുകളിൽ വന്നിട്ട് അവർ വെള്ളം ചോദിക്കുകയാണ്.
അപ്പൊ ആദ്യത്തെ ദിവസം ഉപ്പയും ഉമ്മയും ചോദിക്കും പോലെ വെള്ളവും ആവശ്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ മക്കള് താഴെ നിന്നിട്ട് ചർച്ച ചെയ്തു. 4-5 മക്കൾ, നമ്മൾ എന്തിനെപ്പോഴും മുകളിൽ പോയി ഉപ്പയെയും ഉമ്മയെയും ബുദ്ധിമുട്ടിക്കുന്നത്? അവരേതായാലും വയസ്സാകാലത്ത് എൻജോയ് ചെയ്തോട്ടെ അല്ലെ? ഈ പ്രായകാലത്ത് നമ്മൾ എന്തിനാ അവർ വെറുതെ ബുദ്ധിമുട്ടാക്കുന്നത്? അവരെന്തിനാ ദ്രോഹിക്കുന്നത്? നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഈ ബോട്ടിന്റെ താഴെ നമ്മളൊരു ഹോൾസ് ഉണ്ടാക്കി, ഒരു ദ്വാരമുണ്ടാക്കി, അതിലൂടെ വരുന്ന വെള്ളം നമ്മൾ കുടിച്ചാ പോരെ? പിന്നെ എന്തിനാ ഉപ്പയെയും ഉമ്മയെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? പൊട്ടന്മാരായ മക്കളൊക്കെ ഒരുമിച്ച് കൂടി ശരിയാണല്ലോ. ഇത് മാതാപിതാക്കൾക്കും പറഞ്ഞു, അവരത് തടഞ്ഞില്ല. എന്താ സംഭവിക്കുക? ഉപ്പയും ഉമ്മയും 5 മക്കളും വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും. അതാണ് ഇവിടെ നടക്കാൻ പോകും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അതാണ്. തെറ്റ് ചെയ്യുന്നത് ഉപ്പയും കാണുന്നുണ്ട്, ഉമ്മയും കാണുന്നുണ്ട്. ചെയ്യല്ല എന്ന് പറഞ്ഞ് തടയാൻ ഉപ്പയും ഉമ്മയും ശ്രമിക്കുന്നില്ല. അത് കാരണം എന്താ ഇവിടെ സംഭവിക്കുന്നത്? നല്ല ഹാജിമാരായ ഉമ്മയും അജുമയും ഹാജിയാരും ആയ നല്ല ദീനി സ്നേഹമുള്ള ഉപ്പമാരും ഉമ്മമാരും നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ടതിന് പകരം കപ്പൽ വെള്ളത്തിൽ മുങ്ങിയതുപോലെ നരകത്തിലേക്ക് പോവാൻ കാരണം ഒന്നാണ്. എന്ത്? മക്കളെ തിന്മയിൽ നിന്ന് തടയാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല. വളരെ മനോഹരമായ ഉദാഹരണ നബിതങ്ങൾ പറഞ്ഞത് നമ്മൾക്കറിയാലോ. താഴെ കപ്പലിൽ ഓട്ടയുണ്ടാക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ ആ കപ്പൽ മുങ്ങി എല്ലാവരും മരിക്കുന്നത് പോലെ വഴികേടിലേക്ക് പോകുന്ന മക്കളെ തടയാനും ഉപദേശിക്കാനും മാതാപിതാക്കൾ ശ്രമിച്ചില്ലെങ്കിൽ കുടുംബസമേതം നരകത്തിലേക്കായിരിക്കും പോവുക. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ എന്റെ മാതാപിതാക്കൾ ഈ വിഷയത്തിൽ വളരെ വളരെ പ്രത്യേകമായി വളരെ വ്യക്തമായി ശ്രദ്ധിക്കുകയും മക്കൾക്ക് ദീനിയായ ബോധമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഖുർആൻ നമ്മളിലേക്ക് പറഞ്ഞയച്ചത് നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമാണ്. ഖുർആൻ കൊണ്ട് ജീവിക്കണം. അള്ളാഹു അതേപോലെ ജീവിക്കാനും അതിലടിസ്ഥാനമായി മരിക്കാനും തൗഫീഖ് ചെയ്യട്ടെ.